പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ പൊരുളുകളെ ദൈവം തൻ്റെ മക്കൾക്ക് ചുരുളുകളായിട്ടാ തരുന്നത്. അഭിഷേകം മന്ന എന്ന വചന സന്ദേശം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി ദൈവം മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്ന മാറ്റുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. യോശുവയുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനഭാഗം, യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രൈമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ, ഇരുൾ എന്ന പേർ പറയുന്നു. പ്രിയമുള്ളവരെ, ദൈവം മോശയുടെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ദൈവം ആ ശുശ്രൂഷ കൈമാറിയത് യോശുവാവിനായിരുന്നു. ഇവിടെയാണ് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഞാൻ മിസ്രൈമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. ദൈവം ഒരു രാജ്യത്തിന്റെ ലൂടെ വന്ന തിന്മയെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാറ്റിക്കളഞ്ഞെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമുക്ക് വേണ്ടി നിന്ന ചുമന്ന ഒരേ ഒരാളുണ്ട്. അവന്റെ പേരാണ് നസറാനായ യേശു എന്ന്. നമ്മുടെ നിന്ന ചുമന്നവനാ. നമ്മുടെ നിന്ന നമ്മൾ ചുമക്കേണ്ട. പലരും നമ്മളെ നിന്ദിക്കുമ്പോ, പലരും നമ്മളെ പരിഹസിക്കുമ്പോ, അത് ആരെയാ പരിഹസിക്കുന്നതെന്ന് അറിയാമോ? നമ്മളെ അല്ല. ഒരിക്കല് അപ്പസ്തോല പ്രവർത്തനത്തില് പൗലോസ് എന്ന മനുഷ്യൻ ദൈവസഭയ്ക്കെതിരെ പ്രവർത്തിച്ചപ്പോൾ പൗലോസിനോട് കർത്താവ് പറഞ്ഞു, നീ പ്രവർത്തിച്ചത് ഒരു വ്യക്തിയുടെ മേലല്ല, നീ പ്രവർത്തിച്ച പ്രവൃത്തി മുഴുവൻ എനിക്കെതിരായിരുന്നു. കണ്ടോ, നമ്മുടെ മേലുള്ള നിന്ന ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരേ ഒരാള് യേശു മാത്രമേ ഉള്ളൂ. നിന്ദിക്കപ്പെടുന്നവരുടെ മുന്നിൽ മാനിക്കപ്പെടുന്ന വിധത്തിലേക്ക് നമ്മെ മാറ്റിയ ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ മാറ്റുന്ന ഒരു കർത്താവുണ്ട്, നമ്മുടെ ദൈവമാണ്. ഈ വിശ്വാസത്തിലേക്ക് വരുമ്പോ, യേശുവിനെ രക്ഷിതാവും നാഥനുമായി ഏറ്റെടുത്ത് കടന്നു വരുമ്പോൾ, എല്ലാവരും നമ്മളെ പരിഹസിച്ച്, നമ്മളെ ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി, നമ്മളെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ, നിന്ന ചുമന്നവന്റെ വഴിയിലാണ് ഞാൻ പോയത് എന്ന തിരിച്ചറിവോടുകൂടെ എന്റെ നിന്ദകളെ വഹിച്ചവൻ എന്റെ മുമ്പിൽ പോയല്ലോ, ഹല്ലേലൂയ എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. വേറെ ആരും അത് വഹിക്കേണ്ട. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോ, മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോ, മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ, അത് ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിന്ദിക്കപ്പെടുന്നവരുടെ മുമ്പിൽ മാനിക്കപ്പെടുന്ന ഒരു ദൈവമുണ്ടെന്നേ, ആ ദൈവത്തെ അനുഭവിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് തന്ന ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ആരെല്ലാം നമ്മളെ പരിഹസിച്ചാലും, ആരെല്ലാം നമ്മളെ മാറ്റി നിർത്തിയാലും, മാറ്റി നിർത്താത്തൊരു ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മളെ എപ്പോഴും ബലപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ആ പ്രവാചക പുസ്തകത്തിൽ ദൈവാലോചനകൾ പറയുവാൻ പ്രവാചകന്റെ നാവിൽ തീക്കനൽ വെച്ചു കൊടുത്തൊരു ദൈവമുണ്ടെങ്കിൽ,
തീക്കണൽ വെച്ചപ്പം മുതൽ നിന്ന മാറിയേ, പാപം മാറിയേ, അഭിഷേകം വന്നു. നിന്റെ നാവിൽ ഒരു തീക്കണൽ വെച്ചാലുണ്ടല്ലോ, മറ്റുള്ളവരെ കുറിച്ച് നന്മ പറയുള്ളൂ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ, മറ്റുള്ളവരെ ദൈവസന്നിധിയിൽ ഉയർത്തുകയുള്ളൂ. ഒരു കുറവും കാണില്ല, ഒരു പോരായ്മയും കാണില്ല. മറ്റുള്ളവർ നമ്മുടെ സ്വന്തം സഹോദരന്മാരാണ്, സഹോദരിമാരാണ്, കുടുംബത്തിലുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ഒരു പ്രഭാതം ദൈവം നമുക്ക് ഒരുക്കി തരികയാണെങ്കിൽ നമ്മൾ അത് കളയരുത്. നമ്മൾ അതിനുവേണ്ടി സമയം ഇപ്പൊ തന്നെ ചെലവഴിക്കണം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്ന ചുമന്ന ദൈവമേ, അവന്റെ പാത പിന്തുടർന്നുകൊണ്ട് അഭിഷേകത്തിന്റെ വഴിയിൽ ജീവിക്കുവാൻ, മറ്റുള്ളവരുടെ അവഹേളനവും പരിഹാസങ്ങളുടെ നടുവിൽ കൃപയിൽ ആത്മാവിൽ ആരാധിച്ച് ജീവിക്കാനുള്ള ശക്തി ഇന്ന് തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണം. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.